കൂട്ടുകാരെ, ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂര് അമ്പലത്തിലാണ് ഞാൻ. എൻ്റെ കൂടെ അമ്മൂസുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അവിടുത്തെ പ്രധാന എഴുന്നള്ളിപ്പായ ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് കാണാൻ വന്നതാ ഞാൻ. രാത്രി 12 മണിക്ക് ഞങ്ങൾ അമ്പലത്തിലെത്തി. പുലർച്ചെ 2:30 എഴുന്നള്ളിപ്പ് കേട്ടാ. 12 മണി മുതൽ ഈ മണ്ഡപത്തില് ശിവഭഗവാനും ഏഴര പൊന്നാനും ദർശനം കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് എഴുന്നള്ളിപ്പ്. നല്ല തിരക്കാണ് ഭഗവാനെ കാണാൻ. ഈ തിരക്കിൻ്റെ ഇടയിൽ തിക്കി തിരക്കി അവിടെ എത്തി അമ്പലത്തിനുള്ളിൽ. എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു 1:30. അപ്പം അച്ഛൻ്റെ തോളില് കിടന്നിട്ട് അമ്പലത്തേക്ക് വീണ്ടും പോയി. ഭഗവാനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് വീണ്ടും കാണാൻ പോയത്. പോലീസ് മാമനുള്ള കാരണം എന്നെ പൊക്കിയെടുത്തുകൊണ്ടായിട്ട് ഭഗവാനെ കാണിച്ചു. ഏഴര പൊന്നാന ദർശനം കഴിഞ്ഞ് ഞങ്ങളവിടെ സൈഡിൽ മാറി എഴുന്നള്ളിപ്പ് കാണാൻ. എനിക്കിവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടിയിട്ടാ. നല്ല റൗണ്ട് ശംഖ് വരച്ച് കണ്ട. ഞാനിവിടെ താഴെ നിന്നിട്ട് മണ്ണിൽ കുറേ നേരം കളിച്ച്. എഴുന്നള്ളിപ്പ് ആവാറായിട്ടാ. ഇപ്പം ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളും, ഏഴര പൊന്നാനകളും വരും. അത് കഴിഞ്ഞ് 8 ആനകളുടെ കൂടെ എഴുന്നള്ളിപ്പാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്തുട്ടാന്നറിയോ? തിരുവിതാംകൂർ രാജാവിൻ്റെ സൈന്യം ഏറ്റുമാനൂരത്ത് ഒരു ഭാഗത്ത് ഫലങ്ങളുള്ള മരങ്ങളൊക്കെ നശിപ്പിച്ചു. പിന്നെ ഒരു മഠം നശിപ്പിച്ചു. അത് കാരണം ഏറ്റുമാനൂരപ്പൻ്റെ ഇഷ്ടക്കേടുണ്ടായിരുന്നത്ര രാജാവിന്. അതിൻ്റെ പ്രായശ്ചിത്തത്തിനായിട്ട് സ്വർണത്തിൻ്റെ 7 ആന കൊടുത്തു. ഈ 7 പൊന്നാന ഉണ്ടല്ലോ, അഷ്ടദിക്ക് ഗജങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നറിയോ? പുണ്ടരീകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, പിന്നെ വാമനൻ. വാമനൻ ചെറുതായിക്കൊണ്ടാണ് ചെറിയാന. അങ്ങനെ 7 പൊന്നാന ദർശനം. നിങ്ങൾ കാണട്ടെ ഓരോ ഭാഗവും.
ഇപ്പൊ പുലർച്ചെ 3:15 സമയം. 9 ആന നിരന്നപ്പോളേ അതിലൊരു ആനയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ അമ്മൂന് ആനയുടെ കാര്യങ്ങളൊക്കെ അറിയേ. അപ്പൊ നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങള്. അമ്പലത്തിന്റെ കവാടം കഴിഞ്ഞപ്പോഴേ ആനയുടെ ചിഹ്നം വിളി കേട്ട്. പിന്നെ ആൾക്കാരൊക്കെ ആകെ ഓടുണ്ടായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എല്ലാം ശാന്തായി. വീണ്ടും മേളം തുടങ്ങി. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോന്നു. എല്ലാവർക്കും ബൈ ബൈ.